12,000-ഓളം വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ, 1,00,000-ഓളം വരുന്ന തൊഴിലാളികൾ, 5,00,000-ഓളം വരുന്ന അവരുടെ കുടുംബാംഗങ്ങൾ. ലോക്ക്ഡൌണിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ബസ് സർവീസുകളെല്ലാം പ്രൈവറ്റ് ബസ് സർവീസുകൾ ഉൾപ്പെടെയുള്ളവ നിർത്തിവെക്കുകയുണ്ടായി. അതിനുശേഷം ലോക്ക്ഡൌൺ ഘട്ടം ഘട്ടമായി പിൻവലിച്ചതിനു ശേഷം മെയ് 20-നോടനുബന്ധിച്ച് അല്ലെങ്കിൽ മെയ് 20-നോടടുത്ത് നമ്മുടെ പ്രൈവറ്റ് ബസ് സർവീസുകൾ പുനരാരംഭിക്കുകയുണ്ടായി. അതും നമ്മുടെ ചാർജ് വർധനവിലൂടെയായിരുന്നു പുനരാരംഭിച്ചത്. പക്ഷേ ഇന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ് സർവീസുകളുടെ സർവീസ് വളരെയധികം കുറവാണ്. അതിനുശേഷം അവർ ബസ് സർവീസുകൾ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എക്സാമുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാർജ് വർധന സർക്കാരും എടുത്തുമാറ്റി. അതിനുശേഷം ബസ് സംഘടനകൾ ഹൈക്കോടതിയിലും മറ്റും പോയിട്ട് ചാർജ് വർധനവ് നേടിയെടുത്തെങ്കിലും അവസാന തീരുമാനം സർക്കാരിൻ്റെതായതുകൊണ്ട് തന്നെ വീണ്ടും ബസ് സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് നമ്മുടെ കേരളത്തിൽ ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അല്ലെങ്കിൽ ബസ് തൊഴിലാളികൾക്ക്, ബസ് സംഘടനകൾക്ക് ബസ് സർവീസുമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ 12,000-ഓളം വരുന്ന പ്രൈവറ്റ് ബസ് സർവീസുകളിൽ ഏകദേശം 3,000-ഓളം മാത്രം ബസ്സുകളാണ് ഇന്ന് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറും 3,000-ഓളം നാമമാത്രമായ ബസ് സർവീസുകളാണ്, അതായത് ബസ്സുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും അവരുടെ മുതലാളിമാർ, ബസ് ഉടമകൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് ബസ്സിൽ ഡീസൽ അടിക്കുന്ന ക്യാഷിൽ നിന്ന് മിച്ചം വലുതും വരികയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് അതൊരു താങ്ങാകുമെന്ന ഒരു കരുതലിൽ മാത്രമാണ് ബസ്സുകൾ നിരത്തിലിറക്കാൻ സംഘടനകൾ അല്ലെങ്കിൽ ഉടമകൾ തയ്യാറാകുന്നത്. ഇന്നത്തെ നമ്മുടെ ഡീസലിന്റെ വില നിലവാരം അനുസരിച്ച് ഒരു ബസ്സിൽ ഒരു ട്രിപ്പ് നിറച്ച ആളുകളുമായി മുന്നോട്ട് പോയാൽ പോലും ഡീസൽ അടിക്കാനുള്ള ക്യാഷ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ ഡീസലിന്റെ റേറ്റ്. ഏകദേശം 10 രൂപയോളമാണ് ആ ഒരു തരത്തിൽ ഡീസലിന് വർദ്ധിച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവുകളോ ആളുകളുമായി ബസ്സുകൾക്ക് സർവീസ് നടത്തേണ്ടി വരുന്നത്. ഒരു നാട്ടിൻപുറത്ത് 2,500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് ബസ്സുകൾ സർവീസ് നടത്തിയാൽ ആ ഡീസലിന്റെ ക്യാഷ് പോലും അവർക്ക്, അല്ലെങ്കിൽ ഒരു 1,000 രൂപ പോലും തികച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് ബസ്സുകൾക്കുള്ളത്. 2 പേർ ഇതിനോടകം തന്നെ ബസ് തൊഴിലാളികൾ സാമ്പത്തിക പരാധീനതകൾ മൂലം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ആത്മഹത്യകളിലൂടെ സമരങ്ങൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ അത്തരക്കാരുടെ പ്രശ്നങ്ങൾ സമൂഹം ചർച്ച ചെയ്യും, അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ദേവിക എന്ന 10ാം ക്ലാസ്സുകാരിയുടേത് തന്നെയാണ്. ആ കുട്ടിയുടെ മരണത്തിന് ശേഷമാണ് കേരളത്തിലെ 2.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾക്ക്, അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക്, സന്നദ്ധ സംഘടനകൾക്ക് കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ബസ്സുകാർക്ക് ആ ഒരു കാര്യം പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. 2 പേർ മരിച്ചിട്ട് പോലും അവരുടെ പ്രശ്നങ്ങൾ മുൻനിരയിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. കേരളത്തിൽ ഒരു ബസ്സിന് ഓടിയാലും ഇല്ലെങ്കിലും 500-ഓളം രൂപ ചെലവ് വരുന്നുണ്ട്. ഓടിയില്ലെങ്കിൽ വരുന്ന അറ്റകുറ്റപ്പണികൾ അതിലേറെയാണ്. ടയറുകളുടെ പ്രശ്നങ്ങൾ, ബ്രേക്കിംഗ് സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓടുന്നതാണെന്ന് തന്നെ നല്ലതെന്ന് അവർക്ക് തോന്നും. പക്ഷേ ഓടാനൊട്ട് കഴിയുകയുമില്ല. 2 രൂപയോളമായിരുന്നു സർക്കാർ മുൻപ് വർദ്ധിപ്പിച്ചിരുന്നത്. ആ 2 രൂപ അത്ര വലിയൊരു പോസിബിളായ മാർഗമല്ലെങ്കിൽ പോലും ഈ ഒരു കൊറോണ കാലത്ത് അതുമൂലം അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ആ 2 രൂപ കുറയ്ക്കേണ്ടി വന്നു. എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം ബസ് സർവീസുകളിൽ 2 രൂപ നിർത്തിവെക്കുകയും ബസ് സർവീസുകൾ ഇല്ലാതാവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവർ തുടങ്ങിയെങ്കിലും അവർക്ക് ഇപ്പോൾ ഒട്ടും ലാഭകരമല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡീസൽ വില വർധനവ് തന്നെയാണ് അതിന്റെ മറ്റൊരു പ്രധാന കാരണവും. ബസ് സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ചാർജ് വർധനവും, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകളുടെ വിലക്കുറവും, അതുപോലെ ഡീസൽ സബ്സിഡിയുമാണ്. സർക്കാർ ആ കാര്യത്തിലേക്ക് കാര്യക്ഷമമായി ഇടപെടുക തന്നെ വേണം. കാരണം ബസ് സർവീസുകൾ തുടരേണ്ടത് ഒരു സാധാരണക്കാരന്റെ കൂടി ആവശ്യമാണ്. സാധാരണക്കാരന്റെ ഏറ്റവും വലിയ യാത്രാ ആശ്രയമാണ് നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ. ഒരു സാധാരണക്കാരന് ഹ്രസ്വദൂരമായാലും ദീർഘദൂരമായാലും പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്നത് പോലെ മറ്റുള്ള വാഹനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തേക്ക് പോകുന്നതിന് 100-150 രൂപ കൊടുത്ത് യാത്ര ചെയ്യുവാൻ ഒരിക്കലും സാധാരണക്കാരന് കഴിയില്ല. ചാർജ് വർധന നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, കൊറോണ സാഹചര്യത്തിൽ, സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലെങ്കിൽ പോലും ഇന്ന് അംഗീകരിച്ചേ തീരൂ. കാരണം 100-150 കൊടുത്ത് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒരു സാധാരണക്കാരന് നല്ലത് 10-20 കൊടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നത് തന്നെയാണ്. 1,00,000-ഓളം വരുന്ന തൊഴിലാളികളെയും 5,00,000-ഓളം വരുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും പരിഗണിക്കുമ്പോൾ ഒരു 2 രൂപ വർധനവ് ഇന്ന് അംഗീകരിക്കുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഡീസൽ സബ്സിഡിയുടെയും സ്പെയർ പാർട്സുകളുടെയും വിലക്കുറവിൽ, അല്ലെങ്കിൽ വില കുറച്ച് ലഭിക്കുന്നതിനു വേണ്ടി സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് പറയുന്നതും. 2 രൂപ വർധനവിനെതിരെയായിട്ട് നമ്മുടെ മാധ്യമങ്ങളടക്കം തുറന്നു കാട്ടിയൊരു കാര്യമുണ്ട്. ബസ്സിൽ
സാമൂഹിക അകലം പാലിക്കുന്നില്ല എന്നുള്ളത്, ബസ്സിൽ കുത്തി നിറച്ചുള്ള യാത്രകളാണെന്നുള്ളത്. എവിടെയെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴായി നമ്മൾ കാണാറുണ്ട്. എല്ലാതും നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിത്രീകരിക്കാറുമുണ്ട്. ഈ ഒരു സംഭവത്തെ മാത്രം നമ്മുടെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കുകയുണ്ടായില്ല. നമ്മുടെ സാമൂഹിക അകലം എന്ന് പറയുന്നത് ബസ്സിൽ മാത്രം പാലിക്കാനുള്ള ഒന്നല്ല. പ്രതിപക്ഷത്തിന്റെ സമരപരിപാടികൾക്കായാലും ഭരണപക്ഷത്തിന്റെ ആഘോഷ അനുശോചന യോഗങ്ങൾക്കായാലും സാമൂഹിക അകലം നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് മുഴുവനായിട്ടും, അതായത് നമ്മൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലും മാർക്കറ്റുകളിലെല്ലാം ഈ സാമൂഹിക അകലം പാലിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ബസ്സിൽ മാത്രം പാലിക്കപ്പെടേണ്ട ഒന്നല്ല ഈ സാമൂഹിക അകലം എന്നുള്ളത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കൂട്ടത്തിലേക്ക് കുത്തിനിറച്ചുള്ള യാത്രകളെ കൂട്ടാൻ കഴിയില്ലെങ്കിൽ ബസ്സുകൾ വാങ്ങി, അതായത് പുതിയ റൂട്ട് ഉൾപ്പെടെ വാങ്ങി ലക്ഷങ്ങളോളം പൊട്ടിക്കിടക്കുന്ന 3ഓളം ബസ് ഉടമകളെ അല്ലെങ്കിൽ ബസ് ജീവനക്കാരെ എനിക്കറിയാം. അതും ഒറ്റപ്പെട്ട കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നതല്ല. അവരെ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ബസ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ദിനം പ്രതി ഏറി വരികയാണ്. ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ജോലി ഇല്ലാതായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ 3000ഓളം ബസ്സുകൾ മാത്രമാണ് റൂട്ടിൽ ഓടുന്നതും, അതും വലുതായിട്ട് ലാഭകരമൊന്നും ഇല്ലാതെ തന്നെ. അതുകൊണ്ട് ബസ്സുകാർ ആവശ്യപ്പെടുന്ന, ബസ് സംഘടനകൾ ആവശ്യപ്പെടുന്ന ചാർജ് വർധന ഉൾപ്പെടെ, അല്ലെങ്കിൽ ഡീസൽ സബ്സിഡിയും സ്പെയർ പാർട്സ് ഉപകരണങ്ങളുടെ വിലക്കുറവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അതിലേക്ക് കാര്യമായിട്ട് തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ യാത്രാ ആശ്രയമായ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാ ആശ്രയമായ, അതുപോലെ തന്നെ 1 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ വേതനം, അതായത് ദിവസ വേതനമായ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ബസ് സർവീസുകൾ പുനരാരംഭിച്ചേ മതിയാകൂ. നമ്മൾ അതിജീവനത്തിന്റെ പാതയിലാണ്. നമുക്ക് അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാം. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും